إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ശരിയാവണ്ണം പഠിച്ചും പകർത്തിയും ജീവിതത്തിൽ അണച്ചുപിടിച്ചും മുന്നോട്ടു പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണാർത്ഥത്തിൽ കീഴ്പ്പെട്ട് ജീവിതം ക്രമപ്പെടുത്തി ഈമാൻ കെട്ടി മരിച്ച് സ്വർഗത്തിൽ ആദ്യാവസരത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ എന്നതുമായി ബന്ധപ്പെട്ടാണ് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 1-2 ഖുത്ബകളിലായി നമ്മൾ കേട്ടത്. ഇന്ന് ആ മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും എന്ത് എന്നതിനെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങളാണ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ആളുകളോടും പല കടമയും കടപ്പാടും വെച്ച് പുലർത്തുന്ന ആളുകളായിരിക്കും. എന്തിനാണ് നിനക്ക് അങ്ങനെ ഒരു അദ്ദേഹത്തോടൊരു കടപ്പാട് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് കൊടുക്കാനുണ്ടാവുന്ന മറുപടി അവർ നമുക്ക് നൽകിയ സേവനങ്ങളോ അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളോ ആയിരിക്കും. ഏതോ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നെ കുടുങ്ങിയ സമയത്ത് സഹായിച്ച വ്യക്തിയാണ്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാകണം, അല്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെയാണ് സാധാരണഗതിയിലുള്ള ആളുകൾ പറയാം. എന്നാൽ സഹോദരങ്ങളെ, അതിനേക്കാൾ ഏറെ
എന്ന് പറഞ്ഞാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും സേവനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടി അർപ്പിച്ചത് ശരിക്ക് നമ്മുടെ മാതാപിതാക്കളാണ്. ഒരായുഷ്കാലം മുഴുവനും ഉപ്പയോടും ഉമ്മയോടും കൂറുള്ളവനാകാൻ, കടപ്പാട് കൊണ്ടു നടക്കാൻ ഒരുപാടൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടി സഹിച്ച ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ കോട്ട് ചെയ്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഒരു ഉമ്മയോട് എന്തിന് നമ്മൾ നമ്മുടെ ജീവിതത്തിലുടനീളം കടപ്പെട്ടവനാണ് എന്ന് പറയുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് റഹ്മാനായ റബ്ബ് വെക്കുന്ന മറുപടിയാണ് ഞാമുഖമായി കൊണ്ട് ഓതിവെച്ച ആയത്തിലുള്ളത്. ഉമ്മാനോടുള്ള കടപ്പാടിന്റെ കാരണം പ്രിയമുള്ളവർ മറ്റൊന്നുമല്ല, ആ ഗർഭകാലഘട്ടത്തിലെ പ്രയാസങ്ങളും നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് അങ്ങോട്ട് പിറവിയെടുക്കാൻ വേണ്ടി അവർ സഹിച്ച പ്രസവ വേദനയുമാണ്. അതുമാത്രം ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉമ്മാനോടുള്ള കടപ്പാട് നമുക്ക് ബോധ്യപ്പെടും. റഹ്മാനായ റബ്ബ് പറയണം, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വസിയത്ത് നൽകുകയാണ്. റബ്ബ് നമുക്ക് നൽകുന്ന വസിയത്താണ് എന്ത്? വാപ്പാനോടും ഉമ്മാനോടും നല്ല നിലക്ക് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന്. എന്താണ് അതിനുള്ള കാരണം? റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു കുർഹ വവളഅതുഹു കുർഹ. ഇതിനാണ് അതിനുള്ള കാരണം. എന്താ കാരണം? അവന് അവന്റെ ഉമ്മ ഗർഭം ധരിച്ചത് അങ്ങേയറ്റത്തെ പ്രയാസം കൊണ്ടാണ്. മറ്റൊരിടത്ത് റബ്ബ് പറയുന്നുണ്ട്, വഹ്നൻ അലാ വഹ്നിൻ, പ്രയാസത്തിന്മേൽ പ്രയാസമെന്നാണ്. തീർന്നോ? ഒരിക്കലുമില്ല. വവളഅതുഹു കുർഹ, ആ പ്രസവിക്കുന്ന രംഗവും അന്ന് ആ സഹോദരി, ആ ഉമ്മ അനുഭവിച്ച ത്യാഗങ്ങളും വേദനകളും അതൊരിക്കലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്, വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്തുണ്ട് ഒരു മനുഷ്യൻ ഒരു ഉമ്മയെ ചുമന്നുകൊണ്ട് ഹജ്ജിന് വരുന്നു. തവാഫൊക്കെ ചെയ്ത് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇന്നഹ ഉമ്മി, ഇതെന്റെ ഉമ്മയാണ്. അചറാനി ഖദ് വഫൈതുഹാ ഹഖ്ഖഹാ യാ ഇബ്നു ഉമർ. ഇബ്നു ഉമറേ, എന്റെ ഉമ്മാക്ക് കൊടുക്കേണ്ട ഹക്കുകൾ ദാ നീ കണ്ടില്ലേ. തവാഫ് ഒറ്റക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അല്പം പ്രയാസമായിരിക്കും. തോളിൽ പിന്നെ വഹിച്ചിട്ടാണ്, ഉമ്മാനെ തോളിൽ വഹിച്ചിട്ടാണ് യമനിൽ നിന്ന് മറ്റു വരുന്ന അത്രയും ദൂരം തോളിൽ വഹിച്ചു. പിന്നെ തവാഫ് ചെയ്യുന്നു. ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തോളിൽ വഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത്ര വലിയ പ്രയാസം, ത്യാഗം ഉമ്മാക്ക് വേണ്ടി സഹിച്ചിട്ട് അദ്ദേഹം ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുക്കേണ്ട ഹക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇബ്നു ഉമർ റളിയല്ലാഹു അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മഹ്മാ ഫഅൽത ബിഹാ, നീ ആ നിന്റെ ഉമ്മാക്ക് വേണ്ടി എന്ത് ചെയ്താലും ഫലയഅദില ദാലിക തൽഖതൻ വാഹിദതൻ തൽഖതഹാ ഫീക സാഅത്ത് വിലാദതിഹാ. നിന്റെ ഉമ്മ നിനക്ക് ജന്മം നൽകുന്ന സമയത്ത് ആ ഉമ്മ പുറപ്പെടുവിച്ച ഒരു നിശ്വാസത്തിന് പോലും ഇതൊന്നും പകരമാവുകയില്ല എന്ന വല്ലാത്തൊരു പാഠമാണ് പ്രിയമുള്ളവരെ അവിടുന്ന് കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഗർഭം ധരിച്ച് നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ പുറപ്പെടുവിച്ചൊരു നിശ്വാസത്തിന് പോലും പകരമാവുകയില്ല. ആയുഷ്കാലം മുഴുവൻ നാം എന്ത് സേവനങ്ങൾ ചെയ്താൽ എന്നാണ് നമ്മുടെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉപ്പയോ ഒരു ആയുഷ്കാലം മുഴുവനും നമ്മളാക്കാൻ വേണ്ടി, അല്ലേ? ഒരു 10-25 കൊല്ലം എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ എത്രയായി? അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആയുസ്സിന്റെ 1/3 മക്കൾക്ക് വേണ്ടിയിട്ട്. തീർന്നോ? ഏറ്റവും ചുരുങ്ങിയതാ പറയുന്നത്. ഏതൊരാളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളൊരു സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ 10-25 കൊല്ലം ആകണല്ലോ. ഇപ്പത് ഒരു 10-25 കൊല്ലം ആകണ്ടേ? ഒരു 1/4 നൂറ്റാണ്ട് വരെ. അതുവരെ പ്രിയമുള്ളവരെ നമ്മളെ ഇങ്ങനെയാക്കിയെടുക്കാൻ ആരാ പ്രയത്നിച്ചത്? നമ്മുടെ ഉപ്പയല്ലേ. എത്രയെത്ര ഉപ്പമാരാണ് സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ചു, സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചു. സ്വന്തം ഇണയോടുകൂടെ കടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കുട്ടികളെ പോറ്റണ്ടേ, എന്നിട്ട് നാടുവിടുകയാണ്. പ്രവാസ ലോകത്തിലേക്ക് കയറി ചെന്നത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടല്ല, ഒരിക്കലും ആ നിലക്കുള്ള ഒരു സംഗതി ആഗ്രഹിച്ചത് കൊണ്ടല്ല, മറിച്ച് കുടുംബത്തിലെ പ്രാരാബ്ദം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഒരുപാട് രോഗമൊക്കെ പേറിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്.
കുടുംബത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി നമ്മൾ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം അവിടെ ചില ആളുകൾ വിയർച്ചൊലിച്ചു നിൽക്കുന്നു. ചില ആളുകൾ ഇങ്ങനെ വെയിലിനോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴയെന്ന വെയിലെന്ന വ്യത്യാസമില്ലാതെ ഒരു മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വേദനകൾ ചില മനുഷ്യന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇത്തിരി പോകുന്നൊരു വയറ് നിറക്കാൻ വേണ്ടിയിട്ടല്ല പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ നിലക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഉപ്പാനോടും നമുക്ക് വല്ലാത്ത കടപ്പാടുണ്ട്. ഉപ്പയോടും ഉപ്പാന്റെയും ഉമ്മാന്റെയും നിലവിലെ സ്ഥിതി ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോ പല്ല് കൊഴിഞ്ഞിട്ടുണ്ടാകും, നഖം ചുളിഞ്ഞിട്ടുണ്ടാവും, തൊലി ചുളിഞ്ഞിട്ടുണ്ടാവും, നേരെ നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. പല മക്കൾക്കും നഊദു ബില്ലാഹ് ഇതെന്റെ ഉപ്പയാണെന്നും ഉമ്മയാണെന്നും ഫ്രണ്ട്സിനോട് പറയാൻ പോലും വല്ലാത്തൊരു എടങ്ങറാണ് അല്ലേ? കാരണം നിന്നെ ഇങ്ങനെയാക്കാൻ ആ ഉമ്മ സഹിച്ച ആ ഉമ്മയുടെ ചോരയും നീരും വറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീയാണ് സഹോദര എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയോടും ഉമ്മയോടുമുള്ള കടമകളും കടപ്പാടുകളും വാതോരാതെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് എത്രയാണ് ബാധ്യത. ഈ ജീവൻ നൽകിയതിന്, നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിന് റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ എത്രയാണ്. റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ പറഞ്ഞ കൂട്ടത്തിലാണ് മാതാപിതാക്കളുടെ വിഷയം ചേർത്തി പറയുന്നത്. ആ ഒറ്റ പോയിന്റ് മതി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. നമ്മിൽ നിന്നും അള്ളാഹ്ക്ക് കിട്ടേണ്ട ഹക്ക് പഠിപ്പിച്ച ഉടനെ പിന്നെ നമ്മിൽ നിന്നും മനുഷ്യർക്ക് കൊടുക്കേണ്ട ഹക്കിൽ ഏറ്റവും ഒന്നാം സ്ഥാനം കൊടുത്തത് മാതാപിതാക്കളുടെ വിഷയമാണ്. നോക്കൂ നിങ്ങൾ, വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു വിധിച്ചു, ഇനി ഇതിനാ മാറൂല എന്നാണ്. എന്താ വിധിച്ചത്? അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കടമ എന്താ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. തൗഹീദാണ് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വിഷയമാണ് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മകൾ ചെയ്യണമെന്നാണ്. എന്തേ കാരണം? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ആ ഗർഭകാലവും അതേപോലെ നമുക്ക് വേണ്ടി അവർ അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, എന്താ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്? റസൂലേ, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ മറുപടി അസ്സലാത്തു അലാ വഖ്തിഹാ. സഹോദര, നീ നമസ്കാരം വളരെ കൃത്യമായി കൊണ്ട് നിർവഹിക്കലാണ്. അത് അല്ലാഹ്ക്കുള്ള ഹക്കാണ്. പിന്നെ ഉടനെ തന്നെ പറഞ്ഞു, പിന്നെ ഏതാണ്? ഉടനെ തന്നെ പറഞ്ഞു സുമ്മ ബിർറുൽ വാലിദൈൻ. ഉപ്പയുണ്ടോ നിനക്ക്, ഉമ്മയുണ്ടോ നിനക്ക്, അവർക്ക് പുണ്യം ചെയ്താളാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വിഷയമാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ളത്. ഇതൊരുപാട് കാണാൻ കഴിയും, എല്ലാം കൂടെ പറയാനുള്ള സമയമല്ല. ഒറ്റ കാര്യം ചുരുക്കത്തിൽ പറയുന്നു, അള്ളാന്റെ തൃപ്തി വേണോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ. എനിക്കും നിങ്ങൾക്കും അല്ലാഹ് തൃപ്തിപ്പെടുമോ ഇല്ലയോ എന്ന് ദുനിയാവിൽ വെച്ച് തന്നെ സഹോദര ഒരു മാനദണ്ഡം, ഏറ്റവും വലിയ മാനദണ്ഡം. നമ്മളെ കുറിച്ച് നമ്മുടെ ഉപ്പാക്ക് തൃപ്തിയുണ്ടോ? നമ്മുടെ വിഷയത്തിൽ ഉമ്മാക്ക് തൃപ്തിയുണ്ടോ? ആലോചിച്ചാൽ മതി. ഉമ്മ എനിക്ക് എന്ത് മാർക്ക് നൽകും, ഉപ്പ എനിക്ക് എന്ത് മാർക്ക് നൽകും, അത് കൂട്ടി വായിച്ച് തന്നെയാണ് അള്ളാഹുവിന്റെ മാർക്ക് എന്നാണ്. റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് വാതോരാതെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും പറയുമ്പോൾ അതെങ്ങനെ, എന്തൊക്കെയാണ് അതിന് വഴികൾ? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നെന്താണെന്നറിയോ പ്രിയമുള്ളവരെ, നമ്മുടെ വാപ്പാനോടും ഉമ്മാനോടും നമ്മൾ കൊടുക്കേണ്ട കടമയും കടപ്പാടുകളിലും നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, പണ്ഡിതന്മാർ പറഞ്ഞു, മാന്യമായിക്കൊണ്ട് പെരുമാറാന്നുള്ളതാണ്. മാന്യമായിക്കൊണ്ട് പെരുമാറാന്നുള്ളതാണ്. ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയണം. നമ്മുടെ മുൻഗാമികളൊക്കെ എത്ര ശ്രദ്ധിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ മാന്യതയുടെ അളവ് എന്താ? നല്ല ക്രൂരനായൊരു ഭരണാധികാരിയുടെ കീഴിൽ തെറ്റു ചെയ്തൊരു അടിമ നിൽക്കുമ്പോൾ എത്ര ഭവ്യതയോടുകൂടെ നിൽക്കും.
ഒരു രാജാവിന്റെ കീഴിൽ ഒരു അടിമ നിൽക്കെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബഹുമാനം വരാനുണ്ട്. ഇത് ക്രൂരനായ ഭരണാധികാരിയാണ്, അടിമയാണെങ്കിലും തെറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ഭവ്യതയോടുകൂടെ നിൽക്കുമോ അത്രത്തോളം ഭവ്യതയോടുകൂടെ നിൽക്കാൻ കഴിയണമെന്നാണ്. ആലോചിക്കുങ്ങള്, കയർക്കാൻ പാടില്ല, ശബ്ദമുയർത്തരുത് എന്നാണ്. മുഖത്ത് ഒരു അസഹിഷ്ണുത പോലും പ്രകടിപ്പിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മാ ബർറ വാലിദൈഹി മൻ അഹദ്ദ അൻ-നദറ ഇലൈഹിമാ. ഒന്ന് ഉപ്പാനി ഉമ്മാനെ തുറിച്ചൊന്ന് നോക്കിയാൽ, അല്ലെ, ഒന്നും പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, കയ്യോങ്ങിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ തുറിച്ചൊന്ന് നോക്കിയാൽ അവൻ ആ ഉപ്പാക്കും ഉമ്മാക്കും പുണ്യം ചെയ്യാത്തവനാണെന്ന് അവർ വിലയിരുത്തിയെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ എന്ന് പറയാ, ഏറ്റവും ലോ ലെവലിൽ പറയാ ചേ എന്ന് പോലും പറയുന്നതാണ്. എന്താ ചേ എന്ന് പറഞ്ഞാൽ ഒരു അനിഷ്ടകരത്തിന്റെ വാക്കാണ്. നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. ചേ എന്ന് പോലും, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. പ്രിയമുള്ളവരെ, ഇതിനെ വിശദീകരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ലൗ അലിമല്ലാഹു ഷൈഅൻ ഫിൽ ഉഖൂഖി അദ്നാ മിൻ ഉഫിൻ ലഹറമഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഫിൻ എന്നതിന്റെ താഴോട്ട് നിൽക്കുന്ന അതിനേക്കാൾ ലോ ലെവലിൽ എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അത് ഈ രൂപത്തിൽ പിന്നെ മാതാപിതാക്കൾക്ക് വിഷമുണ്ടാക്കുന്ന വാക്കാണെങ്കിൽ അതിനും കൂടി ഹറാമാക്കുമായിരുന്നു എന്നാണ്. നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ, അതുപോലും പറ്റൂല എന്ന് പറയും. അത് എപ്പോ പറ്റൂല എന്നാ പറയണത്? അത് ഏത് ഘട്ടത്തിലാ പറയണത്? മാതാവും പിതാവും വയസ്സായി വെളിവില്ലാതെ പലതും ചെയ്തു കൂട്ടുമ്പോൾ പോലും നിങ്ങൾ അവരോട് അങ്ങനെ പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, എത്ര വലിയ വിഷയമാണത്, എത്ര ഗൗരവത്തിലാണ് ആ കാര്യം നമ്മൾ എടുക്കേണ്ടത്. പിന്നെന്താ പറയണത്? വകുല്ലഹുമാ ഖൗലൻ കരീമാ. പിന്നെന്താ നമ്മൾ വായി തുറക്കുന്നുണ്ടോ അവരോട് മാന്യതയോടുകൂടെ സംസാരിക്കണമെന്നാണ്. മാന്യമായ വാക്കുകൾ പറയണം. അത് പറയാൻ കഴിയില്ലേ, വായ അടക്കി നിൽക്കുന്നതായിരിക്കും നന്നാവുക. കാരണം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കിന് പ്രഹരശേഷി കൂടും. ഒരു ആയുധം എടുത്ത് വെട്ടിയ മുറിവ് നിശ്ചിത കാലയളവിനുള്ളിൽ കൂടുമായിരിക്കും, അതില്ലാതാകുമായിരിക്കും. പക്ഷേ വാക്കുകൾ കൊണ്ട് വീണ മുറിവ് അത് പോകാൻ ഒരല്പം പ്രയാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാവിനോടും പിതാവിനോടും സംസാരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ചെയ്ത സേവനങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഉമ്മി വാപ്പി നമുക്ക് അനുഭവിച്ചതിന്റെ ലിസ്റ്റ് അവരുടെ കൈകളിൽ ഉണ്ടാവൂല, നമ്മളാണെന്ന് ശ്രദ്ധിച്ചതിനുണ്ടാവൂല. പക്ഷെ എന്താ അറിയോ, കുറച്ചൊക്കെ നമുക്ക് ഓർമ്മ വേണം. ഈ പ്രവാസികളായ ഉപ്പമാർക്കൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ച് കഴിഞ്ഞാല്, നല്ലപ്പം കാലത്ത് ചോദിച്ചതും പറഞ്ഞതൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ബഹുമാനമായിരുന്നു, ഭയങ്കര ആദരവായിരുന്നു. ഇപ്പോ വരുമാനം നിലച്ചു, ആരോഗ്യസ്ഥിതി അവിടെ നിൽക്കാൻ സാധിക്കുന്നുമില്ല. തിരിച്ചു വന്നപ്പോൾ നല്ല പ്രയാസാണെന്നാണ്. പ്രിയമുള്ളവരെ, വന്ന വഴി നമ്മൾ മറക്കരുത്. ആരാ പറഞ്ഞറിയോ? അനിഷ്കുർലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണമെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, വലി വാലിദൈക, എനിക്ക് മാത്രല്ല നിന്റെ ഉപ്പാനോടും ഉമ്മാക്കും നീ നന്ദി കാണിക്കാൻ മറക്കരുത് എന്ന. എന്നിട്ട് അത് ആ ആയത്തിന് അവസാനിക്ക് റബ്ബ് പറഞ്ഞ കാര്യം ഇലയ്യൽ മസീർ, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് തിരിച്ചു വരാനുള്ളതെന്ന് ആലോചിച്ചോന്നാണ്. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും, ഫമൻ ശഖറല്ലാഹ് വലം യശ്കുർ വാലിദൈ, അല്ലാഹ്ക്ക് നന്ദി കാണിച്ചു, ഉമ്മാക്കും വാപ്പാക്കും നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ലം യുഖ്ബൽ മിൻഹു, അവൽ നിന്നും ആ സൽക്കർമ്മം അല്ലാഹ് സ്വീകരിക്കൂല എന്നാണ്. സൽക്കർമ്മങ്ങളുടെ സ്വീകാര്യത പോലും മാതാപിതാക്കൾക്ക് നാം നിർവഹിക്കുന്ന നന്ദിന്മേൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ആ മാതാവും പിതാവും വെട്ടിത്തെളിച്ച വഴിയിലൂടെ വന്ന വഴിയെ മറക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തത് അനുസരിക്കുക എന്നുള്ളതാണ്. അനുസരിക്കുക, പരമാവധി അവരുടെ ആവശ്യങ്ങൾ നേരത്തെ കേട്ട ഉടനെ തന്നെ നിർവഹിച്ചു കൊടുക്കാൻ കഴിയണം. എത്രത്തോളം ശ്രദ്ധിച്ചു എന്നറിയോ? മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കിതാബ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മാക്ക് ഇപ്പൊ ഇതിന്റെ ഗൗരവം എന്നറിയില്ല. ഉമ്മ വന്നിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പറയണം, മോനെ ഈ ആ കോഴിക്ക് കുറച്ച് തീറ്റ കൊടുത്താന്നാണ്. കോഴിക്ക് തീറ്റ കൊടുക്കുന്നതിനേക്കാൾ വലിയ കൂലിട്ടുന്ന കാര്യമല്ലേ നാലാൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ളത്. അദ്ദേഹം നമുക്ക് കാണാൻ കഴിക്കാൻ ഉമ്മ പറഞ്ഞ കാര്യം അനുസരിക്കാൻ വേണ്ടിയിട്ട് കിതാബടെ പൂട്ടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ട് കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വന്ന ദർസ് തുടങ്ങിയതാണ്. ആലോചിച്ച് നോക്കണം നമ്മളെ, അല്ലേ? നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ പ്രിയമുള്ളവരെ എത്ര വലുതാണ്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ഉമ്മെന്ന് വന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ നല്ലോണം ആലോചിക്കണം. നാലാമത്തെ കാര്യം കണ്ടറിഞ്ഞ് നിർവഹിക്കുക എന്നുള്ളതാണ്. ചിലതൊന്നും ഒരു പറയില്ല.
ഒരു കുട്ടിക്കത് പ്രയാസാകോ, അടുത്ത് പൈസ ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് പലതും പറയില്ല. പക്ഷെ നമ്മൾ പരമാവധി, നമുക്ക് ഉള്ളൊന്നറിയില്ല, എന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ ഇഷ്ടങ്ങൾ, ഇപ്പൊ ഉമ്മ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകുക നമുക്ക് ഏകദേശം അറിയാലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് പറയാതെ തന്നെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കി നിർവഹിച്ചു കൊടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധി. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഉമ്മമാർ, വാപ്പമാര് പിന്നെയും പറയും, ഉമ്മമാർ രോഗവിവരം പറയില്ല. രോഗവിവരം അങ്ങനെ പറഞ്ഞോളന്നുണ്ടാവില്ല. ആ റൂമിൽ ആ ഷെൽഫൊക്കെ തുറന്നു നോക്കി ചിലപ്പോൾ പാരസിറ്റാമോളിന്റെ എണ്ണം ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. അത് നമ്മളോട് പറയാനുള്ള മടി കൊണ്ടാണ്. ആ വേദനകൾ ഇങ്ങനെ പെയിൻ കില്ലറിലൂടെ ഇങ്ങനെ പോവുകയാണ്. അതിന് വിട്ടുകൊടുക്കരുത്. നമ്മൾ പരമാവധി ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം, അല്ലെ? പരമാവധി അവരെ ബഹുമാനിക്കാനും കണ്ടറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കാനും. മഹാനായ സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഉമ്മയും വാപ്പയും ഒരുമിച്ചെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഭക്ഷണം എടുക്കൂല എന്നുള്ളതാണ്. കാരണം എന്താ? ഈ വാപ്പി ഇമ്മി ഉദ്ദേശിച്ചൊരു പീസ് എങ്ങനെ ഞാൻ എടുത്താലോ എന്നാണ്. അതുപോലും ഒരു അനുസരണക്കേടായി കണ്ടറിയുന്ന വിഷയത്തിൽ അവരൊക്കെ അത്രയേറെ സഞ്ചരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സേവനം ചെയ്യാന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഹോസ്പിറ്റലായിരിക്കും നമ്മൾ, ഇപ്പൊ ഒരു പക്ഷേ ഓപ്പറേഷനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിലൊക്കെ ആ നിലക്ക് കുറച്ചധികം പ്രയാസപ്പെടും. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയൊക്കെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സാധാരണ ഒരു വിശ്വാസിന്റെ എന്തെങ്കിലും ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി നാം സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? മദീനത്തെ പള്ളിയിൽ ഇഴ്തികാഫ്, അത്രയും സമയം മദീനത്തെ പള്ളിയിൽ ഇഴ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഫള് എന്ന് പറയുമ്പോൾ, നമ്മളെ പെറ്റ ഉമ്മാക്ക് വേണ്ടിയും പോറ്റ വാപ്പാക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന സമയത്തിന് എത്രയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, സേവനം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് ചിലപ്പോ ഒന്ന് ലീവ് എടുക്കേണ്ടി വരും, ശമ്പളം കുറച്ച് കുറഞ്ഞെന്ന് വരും, അന്നത്തെ കച്ചവടം നടന്നില്ല എന്ന് വരും. എന്നാൽ ബാക്കിയുള്ളവരെക്കാൾ നമ്മൾ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് വാപ്പാക്കും ഉമ്മാക്കും പ്രിയമെങ്കിൽ അത് നമ്മൾ കണ്ടറിഞ്ഞവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് കഴിയണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഹജ്ജിന്റെ എല്ലാവിധ ഫളലുകളും അദ്ദേഹത്തിന്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അദ്ദേഹം ഹജ്ജ് ചെയ്തപ്പോഴാണ് അറിയുമ്പോൾ, അദ്ദേഹം ഹജ്ജ് ചെയ്തത് ഉമ്മ മരിച്ചതിന് ശേഷമാണ്. ഉമ്മ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എന്താ? ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്ത് അവർ കൂടിയതാണെന്നല്ല, ഫളല് അറിയാനിട്ടൊന്നല്ല പ്രിയമുള്ളവരെ. അവരൊക്കെ ജീവിതത്തിൽ അവർ അതിനൊക്കെ കൊടുത്ത ഒരു മുൻഗണന നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം. പാല് കൊണ്ടുപോവാന്ന് പറഞ്ഞു എന്നാണ് ഒരു മനുഷ്യനോട്. പാല് കൊണ്ടുവരാൻ വേണ്ടി ഉമ്മ പറഞ്ഞു. പാലുമായി കൊണ്ട് എത്തിയപ്പോഴേക്കും ഉമ്മ ഉറക്കത്തിൽപ്പെട്ടു. അവിടെ വാതിലവിടെ നിന്നു എന്നാണ്, തിരിച്ചുപോയില്ല എന്നാണ്. എന്താ അവിടെ തന്നെ നിന്നത്? ഉമ്മ ഉറങ്ങി. ഇനി ഉറക്കത്തിനിടയിൽ വിളിക്കാന്നുള്ള ഉമ്മാക്കൊരു ബുദ്ധിമുട്ടാകുമല്ലോ. നിന്ന് തിരിച്ചു പോകാത്ത, ഇനി തിരിച്ചു പോയിപ്പോ ഉമ്മ ഉണർന്നു കഴിഞ്ഞാല് നിന്നെ കണ്ടില്ലേ ബേജാറാകും എന്നുള്ളതാണ്. അങ്ങനെ സുബഹി വരണം നിന്നു എന്നാണ്. സേവന വഴികളിലെ മുൻഗാമികൾ ഉമ്മാക്കും ഉപ്പാക്കും ചെയ്തു കൊടുത്ത സേവനങ്ങൾ പ്രിയമുള്ളവരെ പറയാനുള്ള യോഗ്യത പോലെ നമുക്കൊക്കെ ഉണ്ടോ? നല്ലോണം ആലോചിക്കണം. പരമാവധി സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഉമ്മാക്കും വാപ്പാക്കേ അതിനിങ്ങനെ കൈകളിൽ ആയിരക്കണക്കിന് ഉൾപ്പെടെ കെട്ടുകൾ കൊണ്ടുകൊടുക്കണം എന്നൊന്നുമില്ല. ഉമ്മി വാപ്പി അതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സംസാരമാണ്, നമ്മുടെ കളി തമാശകളാണ് അവർക്ക് ആഗ്രഹം. അവരുടെ നീറുന്ന പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് അതൊന്നുമില്ലാട്ടോ എന്ന് പറഞ്ഞു കൊടുക്കലാണ്. അവരെ ആ ചുളുങ്ങിയ ആ കൈത്തണ്ടിൽ ഒന്ന് തടവി കൊടുക്കലാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാന്നിധ്യമാണ് പ്രിയമുള്ളവരെ അവർക്കെല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും എന്താഗ്രഹിക്കുന്നു, എന്താണ് അവരുടെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി അവരെ സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നാണ് ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സ്വഹാബിയോട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാപ്പി ഉമ്മി എന്താ ചെയ്തിരുന്നത്? അവർക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇന്നിന്റെ കുട്ടിനെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷയത്തിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇത് തിരിച്ചു പോയിക്കൊന്ന പറഞ്ഞു. ഈ തിരിച്ചു പോയിട്ട് ഇതുവരെ നിന്റെ വിഷയത്തിൽ കരഞ്ഞിരുന്ന ഉമ്മാനി വാപ്പാനി നീ ചിരിപ്പിക്ക്, നീ സന്തോഷിപ്പിക്ക്. ആ സന്തോഷിപ്പിക്കുന്നതാണ് ഈ സമയത്ത് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ജിഹാദ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എത്ര സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിങ്ങനെ ഓടുകയാണ്, രാവിലെയും വൈകുന്നേരം ഓടണം. ഉമ്മാനത്തെ നമ്മൾ പോയോ? അല്ലേ? ചിലപ്പോ അനിയന്റെ വീട്ടിലായിരിക്കും, ഏട്ടന്റെ വീട്ടിലായിരിക്കും. നമ്മൾ ഉമ്മാനോട് കണ്ടോ? നമ്മൾ ഉമ്മയോട് സംസാരിച്ചോ? നമ്മുടെ ഷെഡ്യൂളിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു അല്പസമയം ഉമ്മാക്ക് വാപ്പാക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ നല്ലോണം ആലോചിക്കണം. മറ്റൊന്നെന്താണെന്നറിയോ? മറ്റൊന്ന് കൂടിയാലോചനയാണ് പ്രിയമുള്ളവരെ. കൂടിയാലോചന നമ്മൾ എത്ര വലുതായാലും
ഉമ്മാക്കും വാപ്പാക്കും ചിലപ്പോ നമ്മുടെ കച്ചവടത്തിന്റെ ABCD ഒന്നും അറിഞ്ഞോളന്നുണ്ടാവില്ല. നമ്മൾ അവിടെ ഇത് തുടങ്ങിയത് ഇവിടെ തുടങ്ങിയത് അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരിക്കാം, നിരക്ഷരരായിരിക്കും. പക്ഷേ നമ്മളൊരു സംരംഭം തുടങ്ങിയത് നാട്ടുകാരുടെ വായിൽ നിന്നാകരുത് നമ്മുടെ വാപ്പിമീ കേൾക്കുക. എന്റെ കുട്ടി ഇത് തുടങ്ങിയാലോ, ഇന്നത് മേടിച്ചാലോ, ഇജന്ന് അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നഗരമധ്യത്തിലെ കൂട്ടുകാരനിടയിൽ നിന്നും ആ ഉപ്പ അനുഭവിക്കുന്നൊരു അപമാനഭാരമുണ്ട്. അതിന് പോലും മഹ്ശറയിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാന്നുള്ളതാണ്. എന്തിനാ അറിയോ നിങ്ങള്? ഒന്നല്ല പ്രിയമുള്ളവർ, ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല. ആ സമയത്തുള്ള ആ ഉമ്മാന്റെ വാക്കുന്ന വാപ്പാന്റെ വാക്കുന്ന കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അത് മതിയാകും നമുക്ക്. ആ പറച്ചിലിൽ പോലും ഒരു ബറക്കത്തുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. 8ാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. റബ്ബ് പഠിപ്പിച്ചു പ്രാർത്ഥന, റബ്ബ് പഠിപ്പിച്ചു റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഒന്ന് ശരിക്കൊന്ന് തലനാരിഴ കീറിട്ട് ആ പ്രാർത്ഥനകൾ ചിന്തിച്ചു. റബ്ബിർഹംഹുമാ, പടച്ചോനെ ഈ അവനോട് കരുണ കാണിക്കണം. എങ്ങനെ? കമാ റബ്ബയാനി സഗീറ, ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് അവര് എന്നോട് വളരെ കരുണ കാണിച്ചുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നത്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കാരുണ്യം എന്റെ ഉപ്പാനോടും ഉമ്മാനോട് ഈ കാണിക്കണേ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഒരു മകൻക്കും മകൾക്കും ഇതൊക്കെയാണ് ദുനിയാവിന്റെ മുകളിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ടാലേക്കണം. ചുരുക്കത്തിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും സ്വർഗത്തിന്റെ 2 വാതിലുകളാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് കണ്ടത്. മഹാനായ അയാസ് ബിൻ മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ മരിച്ചപ്പോ അദ്ദേഹം കരയാണ്, വാവിട്ട് കരയാണ്. ഫഖീല ലഹു മാ യുബ്കീക, അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, ഉമ്മാന്റെ മരണത്തിന് ശേഷം നിങ്ങൾ എന്തിനാ എങ്ങനെ കരയണത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? കാന ലീ ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് തുറക്കു വെക്കപ്പെട്ട 2 വാതിലുകൾ ഉണ്ടായിരുന്നു. വ ഉഗ്ലിക അഹദുഹുമാ, അതിലൊന്ന് ഇതോടുകൂടെ അടഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഉമ്മാക്ക് സേവനം ചെയ്തതും ഉമ്മാക്ക് വേണ്ടി പൈസ ചെലവാക്കിയതും ഉമ്മാന്റെ ചികിത്സാർത്ഥം കടക്കാരനായതുമൊക്കെ സ്വർഗത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിക്കൊണ്ട് കരുതിയവർ, സ്വർഗത്തിലേക്കുള്ള നീക്കിരിപ്പായിക്കൊണ്ട് കണ്ടു അവർ. വിഷമിച്ചിരിക്കുന്ന ഉമ്മാനും വാപ്പാനും ഒന്ന് സന്തോഷിപ്പിച്ചത് സ്വർഗത്തിലേക്കുള്ള വിഭവങ്ങളായിക്കൊണ്ട് അവർ കണ്ടു അവർ. പ്രിയമുള്ളവരെ, നമുക്ക് തലവേദനയായി മാറിയിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ടാലേക്കും നമ്മുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. അവർ മാതാവിനെയും പിതാവിനെയും ചേർത്ത് പിടിച്ച് സ്വർഗ വഴി വെട്ടിത്തെളിച്ചു മുന്നോട്ട് പോയവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ മാതാപിതാക്കളെ അകറ്റി നഊദു ബില്ലാഹ് നരകത്തിലേക്കുള്ള വഴിയിലൂടെയാണോ സഞ്ചാരമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, അവരുടെ കണ്ണടയുന്നത് വരെയൊക്കെ സമയമുള്ളൂ. കണ്ണടയുന്നതിന് മുൻപ് ചെയ്തു തീർക്കണം. ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിന്റെ മെത്തയിൽ ഇങ്ങനെ കിടക്കുന്ന സമയമുണ്ട്. 3 തുണ്ടം തുണിയിൽ പൊതിഞ്ഞ് ഉമ്മാനെ വാപ്പാനെ ഇങ്ങനെ ആ കോലായിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കടത്തിയിട്ട് അവസാനത്തൊരു നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊതിച്ചു നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, വല്ലാത്തൊരു ഇടങ്ങറായിരിക്കും ആ സമയം. ചെയ്തു കൊടുത്തവർക്ക് പോലും ഇനിയും കുറച്ച് ചെയ്യാമായിരുന്നു എന്ന കുറ്റബോധമുണ്ടാകുന്ന, കുറ്റബോധത്താൽ അലതല്ലുന്നൊരു സമയത്ത് ഇതുവരെ ഒന്നും പരിഗണിക്കാതെ, ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കാതെ അവനവന്റെ സുഖവുമായി കൊണ്ട് ജീവിച്ചവർ അന്നത്തെ ദിവസം വിരൽ കടിച്ചു പോകും. പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് അതിനേക്കാൾ വലിയ പ്രയാസത്തിലേക്ക് പോകും. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർപ്പെടുത്താണ്. സുഹൃത്തുക്കളെ, മാതാപിതാക്കളോടുള്ള തീർത്താൽ തീരാത്ത കടമകളും കടപ്പാടുകളും വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷെ ചിലർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും. ഇതൊക്കെ അറിയാൻ കുറച്ച് വൈകിയല്ലോ, എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ബർസഖിലാണല്ലോ ഉള്ളത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പ്രിയമുള്ളവരെ, തിരിച്ചു പിടിക്കാൻ ഇനിയും അവസരമുണ്ട്. ഒന്ന്, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്യണം എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2, മരണാനന്തരവും നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി നിൽക്കുന്നു കടമകളായി എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം.
മാതാപിതാക്കൾ മരണപ്പെട്ടവർ മാത്രമല്ല, നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അള്ളാഹു റസൂലിനോട് ചോദിച്ചു, എന്ത് അൻ ഹഖ്ഖിൽ വാലിദൈനി ബഅദ വഫാതിഹിമ, പ്രവാചകരെ എന്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടാലും അവരോടുള്ള വല്ല കടമകളും ബാക്കി നിൽക്കുന്നുണ്ടോ എന്നാണ്. പ്രവാചകൻ 5 കാര്യങ്ങളാണ് പറഞ്ഞത്, 5 കടമകളുണ്ട് എന്ന്. ഒന്ന് അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയോ ആ പ്രാർത്ഥന? മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന അക്ഷരം തെറ്റാതെ, ആശയം തെറ്റാതെ, നെഞ്ചത്ത് കൈവെക്കുമ്പോൾ പിടക്കാതെ പറയാൻ കഴിയുമെന്ന് എത്ര പേർക്ക് കഴിയും? ഇത്ര നല്ലൊരു ജീവിതം നമുക്ക് നൽകിയ ഉമ്മാക്കും വാപ്പാക്കും തിരിച്ചു കൊടുക്കാനുള്ള ആ വാചകങ്ങൾ പ്രിയമുള്ളവരെ മനസ്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. ബാക്കിയുള്ളവർ ചൊല്ലുന്നതിനേക്കാൾ മൂർച്ചയുള്ള പ്രാർത്ഥന ഒരു മകന്റെയും മകളുടെയും വായിൽ നിന്ന് വരുമെന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അത് കൊടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. വസ്തിഗ്ഫാർ ലഹുമ, രണ്ടാമത്തെ ഹക്ക് അവർക്ക് വേണ്ടി മനമൊരുങ്ങിയ പാപമോചന പ്രാർത്ഥനകളാണ്. അത് നാട്ടുകാരെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അത് ഓതാൻ പൈസ കൊടുത്ത് വേറെ ചില ആളുകളെ അവർ നോക്കിക്കോളെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല. പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. റബ്ബിർഹമുഹുമാ കമാ റബ്ബിയാനി സഗീറ എന്ന പ്രാർത്ഥന മരണപ്പെട്ട മാതാപിതാക്കൾക്ക് നിർവഹിക്കാനുള്ളതാണ്. അല്ലാഹുവേ, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കെഞ്ചി ചോദിച്ചു നബി അല്ലാഹുവിനോട്, എന്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാണ്. മുശ്രിക്കുകളായതുകൊണ്ട് ഓപ്ഷൻ ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം വൻഫാദു അഹദിഹിമാ മിൻ ബഅദിഹിമാ, അവരുടെ മരണത്തിന് ശേഷം അവരെന്തെങ്കിലും ഒക്കെ കരാറുകൾ, വസിയത്തുകൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളതും അവരോട് നമ്മൾ കാണിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കടമിടപാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അവരുടെ സ്വത്തുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടേ ബാക്കി ഓഹരി വെക്കാൻ പോലും പറ്റുകയുള്ളൂ എന്നാണ് ഇസ്ലാമിക നിർദ്ദേശം. കരാറുകൾ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. നാലാമത്തെ കാര്യം ഇക്റാമു സദീഖിഹിമ, ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫ്രണ്ട്സ് ഉണ്ടാവും, കൂട്ടുകാരികളുണ്ടാവും. അവരെ ഉമ്മാനെ കാണുന്നത് പോലെ ഉപ്പാനെ കാണുന്നത് പോലെയുള്ള ബഹുമാന ആദരവും കൊടുക്കുക എന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അങ്ങകലെ നിന്നും ഒരു വൃദ്ധനായ മനുഷ്യൻ വരുന്നത് കാണുമ്പോൾ അദ്ദേഹം ആദരവോടുകൂടെ ഒട്ടകത്തിന് താഴെ ഇറങ്ങുകയാണ്. ആ ചൂട് സഹിക്കാൻ വയ്യാതെ ചുറ്റിയ ആ തലപ്പാവെടുത്ത് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചുകൊടുത്ത് ആ ഒട്ടകപ്പുറത്തിലേക്ക് ആനയിക്കുകയാണ്. കൂടെ നിന്ന ആളുകൾക്ക് വല്ലാത്ത അത്ഭുതം. അതൊരു അഅറാബിയല്ലേ ഇബ്നു ഉമർ, എന്തെങ്കിലുമൊക്കെ 1-2 റിയാൽ കൊടുത്തൊരു പോകുമല്ലോ, എന്തിനാണ് ഇത്രയേറെ ബഹുമാനം? അത് കേവലം അഅറാബിയല്ല, എന്റെ ഉപ്പയുടെ ചങ്ങാതിയാണ് അല്ലേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉപ്പയുടെ ചങ്ങാതിമാരെ ഉപ്പയുടെ സ്ഥാനം കൊടുക്കാൻ ജീവിത സമയത്തും അല്ലാത്ത സമയത്തും നമുക്ക് കഴിയണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ള അഞ്ചാമത്തെ കാര്യം. വസിലത്തു റഹ്മില്ലതി ലാ തൂസലു ഇല്ലാ ബിഹിമാ, അവർ മുഖേന മാത്രം ചേരുന്ന ബന്ധങ്ങൾ ഉണ്ടാവും. അത് അവരുടെ മരണത്തിന് ശേഷവും ആ ബന്ധം നമ്മൾ കൊണ്ടു നടക്കുക എന്നുള്ളത് ഖബറിലേക്ക് ഇറക്കി വെച്ച് ഉമ്മാനോടും ഉപ്പാനോടും നാം കാണിക്കുന്ന കടമയുടെ ഭാഗമാണ്. ഉപ്പ വഴിക്കുള്ള ഉമ്മ വഴിക്കുള്ള കുടുംബ ബന്ധത്തെ നിസാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കുന്ന അപ്പുറത്ത് അത് ചേർത്ത് പിടിക്കാൻ കഴിയണം. ഇതൊന്നും ആളുകൾക്ക് അറിയാത്ത പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ. നിസാരമായ കാരണങ്ങളുടെ പേര് പറഞ്ഞ് ഉപ്പാന്റെ സ്വത്ത് ഓരോ ചിൻകുന്തന്നില്ല, ഞങ്ങൾ തിരിഞ്ഞോക്കാം. അല്ല, അത് കിട്ടാതിരിക്കെ ചെയ്തോട്ടെ. അവർ ചെയ്യുന്ന അനീതികൾക്ക് അവർ മറുപടി പറയട്ടെ. ഞാനിതൊക്കെ കൊണ്ട് നടക്കുന്ന എനിക്കെന്റെ ഉമ്മാനോട് ഇനിയും ബാധ്യതയുണ്ട് എന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരിച്ചാലും പിരിയാത്ത ബന്ധമാണ് ഉമ്മയും ഉപ്പയും. അത് ആ നിലയ്ക്ക് തന്നെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇസ്ലാം ഇത് വളരെ ഗൗരവത്തിൽ പറയുന്ന ഒരു കാരണം കൂടിയുണ്ട്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ്. ഇപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഉപ്പാന്റെ ഉമ്മാന്റെ വിഷയത്തിൽ നമ്മൾ ജാഗരൂകരാണോ, അവർക്ക് കൊടുക്കേണ്ട കടമകളും കടപ്പാടുകളും എത്രത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ടോ, അതായിരിക്കും നമുക്കും ലഭിക്കുക. വിതച്ചതേ കൊയ്യൂ എന്ന് പറയാറുണ്ടല്ലോ, അത് ഇസ്ലാമിന്റെ തത്വമാണ്. അത് ഇസ്ലാമിന്റെ തത്വമാണ്. നമ്മളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവിടെ എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ കാണണം നമ്മൾ നമ്മുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നത്. നമ്മുടെ മക്കൾ കാണണം നമ്മുടെ മാതാപിതാക്കളെയും അനുസരിക്കുന്നത്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്, അവരുടെ വിഷയം വലിയ സംഭവമായി കൊണ്ടു നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരെ ഈ നിലക്കുള്ള കടമകളും കടപ്പാടുകളും ചെയ്തു കൊടുക്കുന്നതിൽ എന്റെ ഉപ്പ എന്റെ ഉമ്മ ഒന്നാം സ്ഥാനത്താണ് എന്ന് നമ്മുടെ മക്കൾക്ക് തോന്നുന്നുവോ,
അതാണ് പള്ളിക്കത്തൊരു ഖുത്ബ കേൾക്കുന്നതിനേക്കാൾ, ഉസ്താദിന്റെ ഉത്ബോധനം കിട്ടുന്നതിനേക്കാൾ വലിയ പവർഫുൾ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ നിലക്ക് നമ്മൾ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇഹലോകത്തെയും ഒരു ബറക്കത്താണ്, നാളെ പരലോകത്തിനുള്ള സ്വർഗ്ഗവാതിൽ അവരാണെന്ന് മനസ്സിലാക്കി പരമാവധി ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തു കൊടുക്കുക. അബദ്ധങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. അറിഞ്ഞതും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അശ്രദ്ധ കൊണ്ടൊക്കെ തെറ്റിപ്പോകും. നമ്മുടെ അശ്രദ്ധകളൊക്കെ ഉമ്മാക്കും വാപ്പാക്കൊക്കെ അറിയാം. എന്നാലും പ്രിയമുള്ളവരെ, മനഃപൂർവ്വമായി കൊണ്ടൊന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെയൊക്കെയോ സ്വാധീന വലയത്തിൽപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നടന്നേ പറ്റൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ട് ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ടും ഒക്കെ വീർപ്പുമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവരുടെ എല്ലാവിധ പ്രയാസവും ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസികൾ അവർക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.